പുതിയ സ്കോളർഷിപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഇൻഫോസിസ് ഫൗണ്ടേഷൻ നൽകുന്ന സ്റ്റെം സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ സ്ഥിര താമസക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. NIRF അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാം വർഷ സ്റ്റെം കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എന്താണ് സ്റ്റെം കോഴ്സുകൾ എന്ന് പറയുന്നത്? സയൻസ് ആകാം, അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് കോഴ്സ് ആവാം, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സ് ആവാം, മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളാകാം. ഇങ്ങനെയുള്ള 4 വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിലെ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. രണ്ടാം വർഷ BArc വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാ കോഴ്സുകൾക്കും ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ BArcൻ്റെ കേസിൽ മാത്രം രണ്ടാം വർഷ BArcന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി അപേക്ഷിക്കാൻ പറ്റും. മാത്രമല്ല, നേരത്തെ NIRF എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, സ്റ്റെം കോഴ്സുകൾക്ക് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്റ്റെം കോഴ്സുകളല്ലാതെ തന്നെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ ഡിഗ്രിയും PGയും ഒരുമിച്ചെടുക്കാൻ പറ്റും, PGയും B.Edും ഒരുമിച്ചെടുക്കാൻ പറ്റുന്ന ഇൻ്റഗ്രേറ്റഡ് സംവിധാനമുണ്ട്. ഇങ്ങനെയുള്ള ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയും. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു NIRF അംഗീകൃതമുള്ള സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ മെഡിക്കലും എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NIRF ലിസ്റ്റിലില്ലാത്ത എന്നാൽ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. സ്കോളർഷിപ്പിൻ്റെ തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് കിട്ടുക. 1 ലക്ഷം രൂപ ഓരോ വർഷവും കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 4 വർഷമാണ് പരമാവധി നിങ്ങൾക്ക് ഈ തുക ലഭ്യമാകുക എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3+1 അല്ലെങ്കിൽ 4+1 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പഠിക്കുക. പക്ഷേ അതിൻ്റെ കാലാവധിയിൽ മുഴുവൻ കിട്ടുകയില്ല. പക്ഷേ എവിടെ കിട്ടുകയുള്ളൂ? 4 വർഷമാണ് പരമാവധി സ്കോളർഷിപ്പ് തുക ലഭ്യമാവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. +2 മാർക്ക് ഷീറ്റ് വേണം. ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് തിരിച്ചറിയൽ രേഖ വേണം. ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ID തുടങ്ങിയ ഏതെങ്കിലും രേഖ നിങ്ങൾ സമർപ്പിക്കണം. അഡ്മിഷൻ ലെറ്റർ വേണം, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സബ്മിറ്റ് ചെയ്യണം. 1ാം സെമസ്റ്റർ ഫീ റെസിപ്റ്റ് കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഹോസ്റ്റൽ ഫീ അടക്കുന്നുണ്ടാവും, മെസ് ഫീ വേറെ അടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഫീസുകൾ അടക്കുന്നുണ്ട് എങ്കിൽ ആ ഫീസുകളുടെയൊക്കെ ഡോക്യുമെൻറ്റ് നിങ്ങൾ ഇതോടുകൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇത്രയും രേഖകൾ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 സെപ്റ്റംബർ 15-ാം തീയതിയാണ്. പുതിയ സ്കോളർഷിപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം.